ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് നമ്മളൊരു വീഡിയോ ഇടുന്നത്. ഏകദേശം ഒരു മാസം 1.5 മാസമായും തോന്നുന്നു വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു അംബ്രല്ല സ്കേർട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. ബ്ലാക്ക് സ്കേർട്ടാണ്. അപ്പോൾ എല്ലാവർക്കും കോമൺ ആയിട്ട് ആവശ്യം വരുന്നൊരു സ്കേർട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 മീറ്റർ റയോണിൻ്റെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. ഈ മെറ്റീരിയലിന് 62 ഇഞ്ചാണ് വീതി വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ 2 മീറ്റർ എടുത്തത്. 44 ഇഞ്ചിൻ്റെ തുണിയാണെങ്കിൽ 3 മീറ്റർ തുണി എടുക്കണം. പിന്നെ അതേ ലൈനിങ് ക്രേപ്പിൻ്റെ ലൈനിങ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ 2 മീറ്റർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ലൈനിങ് ആകുമ്പോഴത്തേക്കും നമുക്ക് അത്രയും മതിയാവും. താഴെ ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ തുണി എങ്ങനെയാണ് ഇനി മടക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അംബ്രല്ല സ്കേർട്ടിന് വേണ്ടിയിട്ട് മടക്കുമ്പോഴത്തേക്കും ഞാൻ ഈ കാണിക്കുന്ന പോലെയാണ് കേട്ടോ മടക്കേണ്ടത്. അപ്പോൾ ആദ്യമേ തന്നെ ഈ തുണി ഇങ്ങനെ എടുത്തു. എന്നിട്ട് ഇതൊന്ന് 2ആയിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഈ 2 അറ്റങ്ങൾ തമ്മിൽ ഇങ്ങനെയൊന്ന് ചേർത്ത് പിടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ കണ്ടോ, നമ്മുടെ തുണിയുടെ വീതി എന്തോരം ഉണ്ടെന്ന് കണ്ടോ, 62 ഇഞ്ച് വീതിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ 2 മീറ്റർ എടുത്തത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അംബ്രല്ല സ്കേർട്ട് തയ്ക്കാൻ 2 മീറ്റർ പോരാതെ വരും കേട്ടോ. ഇനി നമുക്ക് ഇങ്ങനെ നന്നായിട്ടൊന്ന് പിടിച്ച് കൊടുത്ത് 2ആയിട്ടൊന്ന് മടക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊരു കോർണർ വൈസ് മടക്കണം, കോണായിട്ട് മടക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇപ്പോൾ ഈ ലെഫ്റ്റ് ഹാൻഡിലുള്ള തുണി എടുത്തിട്ട് റൈറ്റ് ഹാൻഡിൻ്റെ അങ്ങോട്ടേക്ക് ഇതേപോലെ കോർണറിലോട്ട് മടക്കി കൊടുക്കുവാണേ. കണ്ടോ, ഇതേപോലെ കോർണറിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ 4 പീസ് തുണിയും കൂടെ ഒരുമിച്ച് ഇങ്ങനെ പിടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരു ട്രയാങ്കിളുടെ ഷേപ്പിൽ ഇതേപോലെ കിട്ടും. അപ്പോൾ നമ്മൾ ഇനി ഇത് നേരെ താഴെ തറയിലോട്ട് വിരിച്ചിട്ട് കൊടുക്കുക. ബാക്കി മാർക്കിങ്ങുകളൊക്കെ തറയിൽ വിരിച്ചിട്ടതിന് ശേഷമാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ ഫോൾഡിങ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ താഴെ വിരിച്ചിടുമ്പോഴത്തേക്കും ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ നമ്മുടെ അളവുകൾ മാർക്ക് ചെയ്ത് തുടങ്ങേണ്ടത്, അതായത് ഹിപ്പ് റൗണ്ട് മാർക്ക് ചെയ്ത് തുടങ്ങേണ്ടത് ഈ ഒരു കോർണർ പോർഷനിലാണ് കേട്ടോ. അപ്പോൾ അതിനു മുന്നേ നമ്മുടെ തുണി മടക്കിയിട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് 2 പീസ് തുണി വരും. അത് നമ്മൾ ആ ട്രയാങ്കിൾ ഷേപ്പിൽ ആ കോർണർ വൈസ് മടക്കുമ്പോഴത്തേക്കും അങ്ങനെയാണ് കേട്ടോ വരുന്നത്. കാരണം നമ്മൾ എടുക്കുന്ന തുണി സ്ക്വയർ അല്ലല്ലോ, സമചതുരം ആണെങ്കിൽ കറക്റ്റായിട്ട് വരികയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ 2 പീസ് തുണി ഇവിടെ വരും, താഴെയും 2 പീസ് തുണി വരും. ചിലപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഒരു ജോയിൻറ്റ് നമുക്ക് ചെയ്യാനുണ്ടാവും. അത് ബാക്കിയുള്ള തുണിയിൽ നിന്ന് എടുത്ത് ചെയ്താൽ മതി കേട്ടോ. അപ്പം ഇങ്ങനെയാണ് സാധാരണ അംബ്രല്ല കട്ട് ചെയ്യുമ്പോഴത്തേക്കും വരുന്നത്. അപ്പോൾ ബിഗിനേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് കൺഫ്യൂഷൻ ആവാണ്ടിരിക്കാനാണ് നേരത്തെ പറഞ്ഞത്. അപ്പോൾ നമുക്കിവിടെ ഹിപ്പ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. എനിക്ക് ഹിപ്പ് റൗണ്ട് ടോട്ടൽ വേണ്ടത്, അതായത് ബോഡിയിൽ നിന്ന് അളന്നെടുക്കുമ്പോഴത്തേക്കും കിട്ടുന്നത് 32 ഇഞ്ചാണ്. അപ്പോൾ 32നെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 8 ഇഞ്ചാണ് കിട്ടുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ലൂസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ മുകൾ ഭാഗത്ത് ഇലാസ്റ്റിക്കാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. 1 ഇഞ്ച് വീതിയുടെ ഇലാസ്റ്റിക്കാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പം നല്ലൊരു ചുരുക്കിട്ടാൻ വേണ്ടിയിട്ട്, അത്യാവശ്യം ചുരുക്കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 3 ഇഞ്ചാണ് കൂട്ടുന്നത്. അപ്പോൾ നമുക്ക് 11 ഇഞ്ച് ടോട്ടൽ ഇതേപോലെ ഈ ഒരു കോർണർ ഭാഗത്തായിട്ട് ടേപ്പ് പിടിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഇതേപോലെ. അതിനുശേഷം ഇവിടെ നിന്ന്, അതായത് ഇപ്പോൾ മാർക്ക് ചെയ്ത ഹിപ്പ് റൗണ്ടിൻ്റെ ആ ഒരു ലൈനിൽ ടേപ്പ് പിടിച്ച് താഴോട്ട് നമ്മുടെ പാവാടയുടെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ലെങ്തിൻ്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പ് ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം നമ്മൾ സാധാരണ 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് ആഡ് ചെയ്യുന്നത്. പക്ഷേ മുകൾ ഭാഗത്ത് നമുക്ക് പടി വെക്കാനുണ്ട്. അപ്പോൾ പടി വരുന്നത് 1 ഇഞ്ചാണ്. അപ്പോൾ അത് തമ്മിൽ ക്യാൻസലായി പോയിക്കോളും. അതുകൊണ്ട് പാവാടയുടെ ലെങ്ത് കറക്റ്റായിട്ട് എത്രയാണോ വേണ്ടത് അത് മാത്രം അങ്ങ് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ 29 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കണ്ടോ, ഇതേപോലെ. ഇനി നമുക്ക് ടേപ്പ് ഇതേപോലെ നീക്കി വെച്ച് കൊടുത്ത് ഈ ഒരു അളവ് മാർക്ക് ചെയ്തെടുക്കണം. ഇതേപോലെ അങ്ങോട്ടും മാർക്ക് ചെയ്ത് കൊടുക്കാം. വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ പാവാടയുടെ അറ്റത്തോട്ട് വരുമ്പോഴത്തേക്കും, കണ്ടോ, ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ അളവ് ചെറുതായിട്ടൊന്ന് കുറച്ച് കൊടുക്കണം. ഇപ്പം ഞാൻ 29 വരെ 28.5 കേട്ടോ മാർക്ക് ചെയ്തത്. അതിനുശേഷം കുറച്ചുകൂടി അങ്ങ് അറ്റത്തോട്ട് വരുമ്പം 28 മാർക്ക് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അംബ്രല്ല സ്കേർട്ടിൻ്റെ 2 അറ്റവും കുടുങ്ങിക്കിടക്കാതെ, അതായത് ഇങ്ങനെ 2 അറ്റം ഇച്ചിരി അങ്ങ് തൂങ്ങിക്കിടക്കാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ കുറച്ച് 1 ഇഞ്ചോളം അല്ലെങ്കിൽ 1.5 ഇഞ്ചോളം ഇങ്ങനെ കുറച്ച് കൊടുത്തുകൊണ്ട് അറ്റത്തെത്തുമ്പോൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ നമുക്ക് ചെറിയ 2 ജോയിൻറ്റ് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് തുണി അവിടെ എത്തിയിട്ടില്ല. അപ്പോൾ ബാക്കി വന്ന തുണിയിൽ നിന്ന് 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് അവിടെ ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇനി കാണിക്കുന്നത്, നമ്മൾ നേരത്തെ ഈ ഒരു അറ്റത്ത് മാർക്ക് ചെയ്തപ്പോഴത്തേക്കും വീഡിയോയിൽ അത് കാണുന്നില്ലായിരുന്നു. അപ്പോൾ അതൊന്നുകൂടെ കാണിക്കുവാണേ. ഇത് ഏറ്റവും ഈ ഒരു അറ്റത്ത് ഞാൻ 27.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്.
കുറച്ചുകൂടി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും 28 ഇഞ്ചാണ്. കുറച്ചുകൂടി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും 28.5 ഇഞ്ചാണ്. അങ്ങനെ ആ ഒരു ഇതിലാണ് കേട്ടോ പോയിരിക്കുന്നത്. അത് നിങ്ങളെ ഒന്ന് ക്ലിയർ ആയിട്ട് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മാർക്കിങ്ങുകൾ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. വളരെ എളുപ്പമല്ലേ അംബ്രല്ല സ്കർട്ടിൻ്റെ മാർക്കിങ്. ഒന്നുമില്ല, ജസ്റ്റ് ഹിപ്പ് റൗണ്ടും അതുപോലെ തന്നെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ദാ ഇപ്പോൾ വരച്ച വരയിലൂടെ അതങ്ങ് കട്ട് ചെയ്തുകൂടെ എടുക്കുക. ഇപ്പോൾ ഞാൻ നമ്മുടെ താഴെ വെക്കാനുള്ള ആ ഒരു 2 ജോയിൻറ്റ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ടാണ് ഇത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ബ്ലാക്ക് ആയതുകൊണ്ടാണ് എനിക്കിത് ക്ലിയർ ആയിട്ട് എവിടെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്ന് കാണാത്തത് കേട്ടോ. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതിന് ശേഷം നമുക്ക് മുകൾ ഭാഗത്ത് വയ്ക്കാനായിട്ടുള്ള പടി കൂടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീതി എടുത്തിരിക്കുന്നത് 3 ഇഞ്ചാണ് കേട്ടോ. നീളം കറക്റ്റായിട്ട് ഒരളവില്ല, കുറച്ച് നീളത്തിൽ അങ്ങ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ് ആണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ലൈനിങ്ങിൻ്റെ തുണിയും ഞാൻ നേരത്തെ കാണിച്ചതുപോലെ 2ആയിട്ട് മടക്കി അതിന് ശേഷം കോർണർ വൈസ് മടക്കിയിട്ട് ഇതേപോലെ താഴെ വിരിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ മാർക്ക് ചെയ്തതുപോലെ ഈ മുകൾ ഭാഗത്തായിട്ട് ഹിപ്പ് റൗണ്ട് 11 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ. അതിന് ശേഷം നമുക്ക് താഴോട്ട് ലെങ്ത് കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ലൈനിങ്ങിൽ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ മെയിൻ തുണിയിൽ മാർക്ക് ചെയ്തതിനേക്കാളും ഒരു 2 ഇഞ്ച് കുറച്ചിട്ട് 27 ഇഞ്ചാണ് കേട്ടോ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ കറക്റ്റ് മറ്റേ അളവിൽ തന്നെ, അതായത് നല്ല തുണിയിൽ മാർക്ക് ചെയ്ത അതേ അളവിൽ ലൈനിങ്ങിൽ മാർക്ക് ചെയ്ത് കൊടുക്കരുത്. 1 ഇഞ്ചോ 2 ഇഞ്ചോ ഒക്കെ കുറച്ചിട്ട് വേണം ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ടേപ്പ് നീക്കി വെച്ച് അങ്ങ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു തുണിയിൽ താഴ്ഭാഗത്തായിട്ട് കുഞ്ഞൊരു ജോയിൻറ്റ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേഗം തന്നെ സ്റ്റിച്ചിങ്ങിലോട്ട് പോവാം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ചെയ്യുന്നത് 2 ജോയിൻറ്റ് വന്നില്ലായിരുന്നു, ആ ജോയിൻറ്റുകൾ ഒന്ന് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നമ്മുടെ തുണിയുടെ പാവാടയുടെ താഴ്ഭാഗമാണ് കേട്ടോ. ആ ഒരു ജോയിൻറ്റ് വരേണ്ട ആ ഒരു ഭാഗമാണിത്. അപ്പോൾ നല്ല വശമാണ് ഇതേപോലെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ഒരു ജോയിൻറ്റിൻ്റെ പീസില്ലേ, അതെടുക്കുക. എന്നിട്ട് അതിൻ്റെ നല്ല വശവും ഈ തുണിയുടെ നല്ല വശവും ഒപ്പം വരത്തക്ക രീതിയിൽ കറക്റ്റായിട്ട് ഇതേപോലെ അങ്ങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ തുണിയുടെ 2 തുണിയുടെ അറ്റങ്ങൾ ഇതേപോലെ ഒപ്പം വരത്തക്ക രീതിയിൽ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് പോവുക. അപ്പോൾ നമ്മൾ ഈ ഒരു ജോയിൻറ്റ് പീസ് കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഈ ഒരു തയ്യൽ തുമ്പ് കൂടെ ചേർത്തിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഈ തുണി ഇങ്ങനെ നേരെ ഇടുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ പുറത്തൂടെ ഒന്ന് പതിച്ചുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള ആ ഒരു ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ലൈനിങ്ങിലും ചെറിയൊരു ജോയിൻറ്റ് വരുന്നുണ്ട്, അതുകൂടെ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഈ ഒരു ജോയിൻ്റാണ് കേട്ടോ, അല്ലെങ്കിൽ അത് പിന്നെ അങ്ങ് വിട്ടു പോകും. ഇതാണ് ഒരു എളുപ്പ രീതി. ഇനി നമുക്ക് ലൈനിങ്ങും നല്ല തുണിയും തമ്മിൽ മുകൾ ഭാഗത്ത് ജോയിൻ ചെയ്ത് കൊടുക്കണം. അതായത് ആ ഹിപ്പ് റൗണ്ട് ഇത് കണ്ടോ, ഇത് നമ്മുടെ തുണിയുടെ മുകൾ ഭാഗമാണ് കേട്ടോ, നമ്മൾ ഹിപ്പ് റൗണ്ട് കട്ട് ചെയ്ത ആ ഒരു ഭാഗം. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മുടെ ലൈനിങ് തുണിയുടെ ഈ ഒരു ഹിപ്പ് റൗണ്ട് കട്ട് ചെയ്ത ഭാഗമായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഈ തുണിയുടെ പുറത്തോട്ട് നമ്മുടെ ലൈനിങ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും സെൻറ്ററും ഒപ്പം വരത്തക്ക രീതിയിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് വേണമെങ്കിൽ ഇതൊന്ന് പിൻ ചെയ്തങ്ങ് കൊടുത്തേക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം, അതോടൊപ്പം തന്നെ ഒന്ന് ഷെയർ കൂടെ ചെയ്തേക്കണം. കാരണം ഒരുപാട് നാൾക്ക് ശേഷം വീഡിയോ ഇടുന്നതുകൊണ്ട് നമ്മുടെ വീഡിയോയ്ക്ക് റീച്ച് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് വാട്സപ്പിൽ സ്റ്റാറ്റസായിട്ടൊക്കെ ഇട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. അപ്പോൾ ഈ മുകൾ ഭാഗം ഒന്ന് ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച തുണി എടുക്കുക. ആ തുണി എടുത്തിട്ട് ഇത് നമ്മുടെ തുണിയുടെ നല്ല വശമാണ്, അതായത് നല്ല തുണിയാണ്, അതിൻ്റെ ബാക്കിലാണ് ലൈനിങ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ 3 ഇഞ്ച് വീതിയുള്ള ആ തുണിയുടെ നല്ല വശവും ഇതിനോട് ചേർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ നല്ല വശവും ഒപ്പം വരത്തക്ക രീതിയിൽ ഇതേപോലെ ചേർത്ത് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ മുകൾ ഭാഗത്തൂടെ ഒന്ന് നമുക്ക് ജോയിൻ ചെയ്ത് പോവാം. അപ്പോൾ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ.
അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ബാക്കി വന്ന തുണി ഇവിടെ വെച്ച് അങ്ങ് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, ഇതേപോലെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്നത്. ഇത് ചീത്ത വശമാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് നല്ല വശം വരുന്നത്. കണ്ടോ, ഇത് നമ്മുടെ റയോൺ തുണിയാണ്. അപ്പോൾ നല്ല വശം ഉള്ളിൽ വരത്തക്ക രീതിയിൽ ഞാൻ മടക്കിയിട്ട് കൊടുത്തതാണ്. ഇനി നമുക്ക് ഇതേപോലെ ഈ രണ്ടറ്റങ്ങളും തമ്മിലൊന്ന് ചേർത്ത് വെച്ച് കൊടുക്കാം. കണ്ടോ, ഇതേപോലെ. ഇനി നമ്മൾ സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അതിന് ശേഷമാണ് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇതേപോലെ രണ്ടറ്റങ്ങളും തമ്മിൽ ഒരുമിച്ച് പിടിച്ചിട്ട് ഏകദേശം ഇവിടെ വരെ ആദ്യം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം നമ്മൾ ലൈനിങ്ങും നല്ല തുണിയും സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് മുകളിൽ നിന്ന് താഴോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അരയിഞ്ച് ഗ്യാപ്പ് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. കൂടുതൽ തയ്യൽ തുമ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വന്ന് ഇവിടെ കൊണ്ടുവന്ന് ലോക്ക് ഇട്ട് നിർത്തുവാണ് കേട്ടോ. എന്നിട്ട് ഇതങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഈ ഒരു പോയിന്റ് വരെയാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ലൈനിങ് തുണി രണ്ട് സൈഡിലോട്ട് മാറ്റിയിട്ട് ഉള്ളിലുള്ള നല്ല തുണി മാത്രം ഇങ്ങനെ പുറത്തെടുക്കുക. എന്നിട്ട് അത് മാത്രം ആദ്യം ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് മുകളിൽ നിന്ന് ഇങ്ങനെ തയ്ച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു സ്റ്റിച്ചിങ്ങിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവന്ന് താഴോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് തയ്ച്ചു പോവുക. ഇവിടെയും നമ്മൾ അരയിഞ്ച് ഗ്യാപ്പ് ഇട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേങ്കിൽ ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. ആദ്യം ഒരു പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് പോവുക. അതിനുശേഷം ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ നല്ല തുണി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതങ്ങ് ഉള്ളിലോട്ട് മാറ്റി കൊടുക്കുക. എന്നിട്ട് ലൈനിങ് തുണി മാത്രം ഇതേപോലെ പുറത്തോട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് ലൈനിങ് തുണിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതേപോലെ. ഇനി നമുക്ക് ഈ മുകൾ ഭാഗത്ത് പടിയുടെ ആ തുണി ഉണ്ടല്ലോ അതൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പോർഷനാണ് നമ്മളുടെ ഈ ഒരു ജോയിൻ്റ് വരുന്നത് കേട്ടോ. ആ ജോയിൻ്റ് ഉള്ളിലോട്ടാകുന്ന രീതിയിൽ വേണം ഇത് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ മടക്കുമ്പോഴത്തേക്കും ഈ മുകൾ ഭാഗം ഒരു 1/4 ഇഞ്ച് ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. എനിക്കിപ്പോൾ ഈ താഴ്ഭാഗം തേര് വശമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മടക്കേണ്ട ആവശ്യം വരുന്നില്ല. ഞാൻ വെറുതെ ഇങ്ങനെ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഒരു തയ്യൽ തുമ്പ് ഇതിൻ്റെ ഉള്ളിൽ വരണം. എന്നിട്ട് അതിൻ്റെ പുറത്തോട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. കണ്ടോ, ഇതേപോലെ. നിങ്ങൾക്ക് ഈ താഴ്ഭാഗം തേര് വശം അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ഉള്ളിലോട്ട് ജസ്റ്റ് ഒരു 1/4 ഇഞ്ച് മാത്രം ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. കണ്ടോ, ഇതേപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോവുക. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇലാസ്റ്റിക് കയറ്റാം. അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും ഇവിടെ കുറച്ചൊരു ഗ്യാപ്പ് വിട്ടിട്ട് വേണം തയ്ച്ച് നിർത്താനായിട്ട്. നമുക്ക് ഇലാസ്റ്റിക് ഉള്ളിലോട്ട് കയറ്റി കൊടുക്കാൻ പാകത്തിന് ഒരു 4 ഇഞ്ച് 4.5 ഇഞ്ചൊക്കെ ഗ്യാപ്പ് വിട്ടിട്ട് വേണം ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് തീർക്കാനായിട്ട്. കണ്ടോ, അപ്പോൾ നമ്മുടെ മുകൾ ഭാഗത്ത് പടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്, വീതിയുള്ള ഇലാസ്റ്റിക്കാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതേപോലെ. അപ്പോൾ ഈ ഒരു ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത് എടുക്കേണ്ടത് എത്രയാണെന്ന് വെച്ചാൽ നമ്മുടെ ഹിപ്പ് റൗണ്ട് എത്രയാണോ, ഞാനിപ്പോൾ തയ്ക്കുന്ന പാവാടയ്ക്ക് 32 കറക്റ്റ് വേണ്ടത്. അപ്പോൾ ആ ഹിപ്പ് റൗണ്ടിനേക്കാളും ഒരു ഇഞ്ച് കുറച്ചിട്ട് എടുത്താൽ മതി. അപ്പോൾ 31 ഇഞ്ച് എടുത്താൽ മതി ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത്. കാരണം ഇലാസ്റ്റിക് ആകുമ്പോഴത്തേക്കും വലിയുന്നതാണ്. എന്നിട്ട് ഇതിൻ്റെ അറ്റത്തൊരു പിൻ ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ ഉള്ളിലോട്ട് കയറ്റി കൊടുക്കുക. ഇപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് കയറ്റി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ രണ്ടറ്റം തമ്മിൽ ചേർത്ത് വെച്ച് ഇതേപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഒരു 3-4 പ്രാവശ്യം ഇതേപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ, നല്ല ഉറപ്പിൽ കിട്ടാനായിട്ടാണ്. ഇനി നമുക്ക് ഇതും കൂടെ അങ്ങ് ഉള്ളിലോട്ട് ആക്കി കൊടുക്കണം. കണ്ടോ, ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ആ താഴ്ഭാഗവും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഇങ്ങനെ ചെയ്തതിന് ശേഷം ആ താഴ്ഭാഗം ഒന്ന്
നമ്മൾ നേരത്തെ ചെയ്തതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇലാസ്റ്റിക് പിടിച്ച് ഇതേപോലെ അങ്ങ് വലിച്ചു കൊടുക്കുക. അപ്പം നല്ല യൂണിഫോം ആയിട്ട് ആ ഒരു ചുരുക്ക് കിട്ടാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടോ, നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഇലാസ്റ്റിക് വെച്ച് എടുത്തിട്ടുണ്ട്. ഇതേപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അവസാനമായിട്ട് നമുക്ക് ലൈനിങ് തുണിയുടെയും അതുപോലെ തന്നെ നമ്മുടെ നല്ല റയോൺ തുണിയുടെയും താഴ്ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ മടക്കുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് നമ്മൾ സാധാരണ മടക്കുന്നതല്ലേ. അപ്പോൾ ഈ അംബ്രല്ല കട്ടിൽ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ മടക്കിയാൽ നമുക്ക് ചുളിവുകൾ വരും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഒരു പ്രാവശ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതൊന്നും കൂടെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ചുളിവൊന്നും ഇല്ലാണ്ട് നല്ല ഈസി ആയിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. കുറച്ച് ടൈം എടുക്കും. നമ്മൾ 2 പ്രാവശ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടി വരും. പക്ഷേങ്കിൽ നല്ല വൃത്തിയിൽ കിട്ടുകയും ചെയ്യും. നമുക്കറിയാം അംബ്രല്ല ചുരിദാറിൻ്റെയൊക്കെ താഴ്ഭാഗം മടക്കി അടിക്കുമ്പോഴത്തേക്കും കുറച്ചങ്ങ് മടക്കി അടിച്ച് കഴിഞ്ഞ് ബാക്കി മടക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു പ്രശ്നം നമുക്ക് ഒഴിവായി കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. ലൈനിങ്ങിൽ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും സാധാ മടക്കുന്ന പോലെ മടക്കിയാൽ മതി. അപ്പോൾ ഈ പാവാടയുടെ ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. സിമ്പിളായിട്ടുള്ളൊരു അംബ്രല്ല സ്കേർട്ടാണ്. ഇതുപോലെ പല പല മോഡൽ പാവാടയുടെ സ്റ്റിച്ചിങ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്